അങ്ങനെ നമ്മുടെ ഫാമിലി ഇന്ന് പോകുന്നത് നമ്മുടെ ചേച്ചിയുടെ വീട്ടിലോട്ടാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ വണ്ടി കയറുമ്പോൾ സാധാരണ എൻ്റെ കയ്യിൽ ഫോൺ വാങ്ങിക്കാറുണ്ട് നേരത്തെ. അങ്ങനെ ഫോൺ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വാങ്ങിയുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ ദേഷ്യത്തിലാണ് ആളിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ചേച്ചിയുടെ വീട്ടിലെത്തി. ചേച്ചിയുടെ വീട്ടിലെ പുതിയ ഫാമിലി മെമ്പറാണ് കേട്ടോ ബ്രൂസി. ഇപ്പോൾ കൊണ്ടുവന്നിട്ട് കുറച്ച് നാളായോണ്ടെങ്കിലും എല്ലാവരുടെ അടുത്തും നല്ല അടുപ്പും ഇതുമാണ്. അത് കഴിഞ്ഞ് നമ്മളൊരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് നേരം നിന്ന് കുറച്ച് നേരം കളിപ്പിച്ചതിന് ശേഷം പിന്നെ അതിന് കഴിച്ച് നമ്മൾ പോയി എല്ലാവരും ഒരുമിച്ച് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് എൻ്റെ വീട്ടിലോട്ടാണ് പോയത്. അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. ആര്യനും ആരവും ഒക്കെ ആയിട്ട് പോയ കാര്യങ്ങളും സ്കൂളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം നമ്മൾ മാംഗോ ഫെസ്റ്റിവലിലേക്കാണ് പോയത്. എല്ലാ സ്ഥലത്തെയും സ്പെഷ്യലായിട്ടുള്ള മാംഗോ ആയിരുന്നു. അവർ കട്ട് ചെയ്ത് കഴിക്കാനൊക്കെ തരുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എപ്പോഴും വീഡിയോയിലും ഫോട്ടോയിലും റീൽസിലൊക്കെ കാണുന്ന പോലെ പാമ്പിൻ്റെ അടുത്ത് കഴുത്തിടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് അവിടെ ചെന്നപ്പോഴത്തേക്ക് ആളിന് കഴുത്തിരുന്ന കയ്യിൽ വെച്ച് വീഡിയോ ഫോട്ടോ എടുത്താൽ മതി എന്ന് പറഞ്ഞു. ചെറിയൊരു പേടിയോടെ ആണെങ്കിലും വീഡിയോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ എടുക്കാനായിട്ട് നിന്ന്. അത് കഴിഞ്ഞ് നമ്മൾ ഓരോ പെറ്റ്സിൻ്റെ അടുത്തോട്ടും പോകുന്നുണ്ട്. ഒരുപാട് കാണാനൊക്കെ ഉണ്ട്. പിന്നെ ഫുഡ് സ്റ്റാൾ ഉണ്ടായിരുന്നു. പിന്നെ പെറ്റ്സ് തോനെ ഉണ്ടായിരുന്നു. കുട്ടികളെല്ലാം ആ ഭാഗത്തോട്ട് തന്നെ പോകുന്നത്. എടുക്കാൻ പറ്റുന്നതെല്ലാം കയ്യിലെടുത്ത് ഫോട്ടോ എടുത്തു. അതിനുശേഷം പിന്നെ ഫുഡ് സ്റ്റാളിലോട്ട് പോയി പാനിപ്പൂരി വേണമെന്ന് പറഞ്ഞു. അത് വാങ്ങിച്ച് കഴിക്കേണ്ട, അത് മൊത്തം കഴിക്കത്തില്ല. അതുകൊണ്ട് പിന്നെ ഒരു റോസ് മിൽക്ക് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ അതൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ആര്യസിലോട്ടാണ്. ആര്യസിൽ പോയി എല്ലാവരും ഓരോ മസാല ദോശ വാങ്ങിച്ച് കഴിച്ചിട്ട് പിന്നെ നേരെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ടാണ് പോകുന്നത്. നമ്മൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.